തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. പിന്നാലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. മധ്യകേരളത്തിൽ പ്രധാനമായും കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉരകല്ല്, ഒരു മാറ്റൊരുക്കലായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിലൂടെ നടക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഇപ്പോൾ തന്നെ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പ്രമുഖരായ ആൾക്കാർ അല്ലെങ്കിൽ അനന്തരാവകാശികളായിട്ട് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ജോസ് കെ മാണിയുണ്ട്, പിന്നെ ഫ്രാൻസിസ് ജോർജ് എം പി, കെ എം ജോർജിൻ്റെ മകനുണ്ട്, ആർ ബാലകൃഷ്ണൻ്റെ മകൻ ഗണേഷ് കുമാർ, ടി എൻ ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബ്, ചീഫ് വിപ്പ് ജയരാജ്, അദ്ദേഹം കെ നാരായണക്കുറുപ്പിൻ്റെ മകൻ, ഇവരെല്ലാം കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായിട്ട് അടുത്ത് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. കേരള കോൺഗ്രസിന് പുറത്താണ് ഇപ്പോൾ പി സി ജോർജിൻ്റെ മകനും ഷോണും ഇപ്പം BJPയുടെ ഉപാധ്യക്ഷനായതുകൊണ്ട് അദ്ദേഹവും കൂടെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവിയുടെ ഒരു ഉരകല്ലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി ഒരു എൻട്രി എന്ന് പറയുന്നത് PJ ജോസഫിൻ്റെ മകൻ അബു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതാണ്. അബു ഇപ്പോൾ ഉന്നത അധികാര സമിതിയാണ്. അബുവിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ PJ ജോസഫിൻ്റെ ഒരു തനത് കാർഷിക ഗ്രാമീണ വ്യവസ്ഥയുടെ ഒരു പിന്മുറക്കാണ്. അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലൊരു പ്രതിസന്ധിക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് ചർച്ചകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കേരള കോൺഗ്രസ് ഇപ്പോൾ പ്രധാനിയായിട്ടിരിക്കുന്നത് ശ്രീ മോൻസ് ജോസഫ് MLA ആണ്. അദ്ദേഹമാണ് ഇപ്പോൾ പാർട്ടിയിലെ രണ്ടാമൻ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്നുള്ള ഏക പദവിയിൽ വഹിക്കുന്ന ആളാണ്. പാർട്ടിയുടെ ഹൈറാർക്കി വെച്ച് നോക്കിയാൽ MP ആയ ഫ്രാൻസിസ് ജോർജും മുകളിലാണ് അദ്ദേഹം. PJ ജോസഫിൻ്റെ അഭാവത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുകയും തീരുമാനങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്ന മോൻസാണ്. പക്ഷേ മോൻസിന് എത്രമാത്രം ദഹിക്കും അബുവിൻ്റെ കടന്നുവരും എന്നുള്ളതാണ് ചോദ്യം. അബു ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. PJ ജോസഫിൻ്റെ അനാരോഗ്യം ആ വിടവ് നിർത്താൻ അബു തന്നെയാണ് രംഗത്തിറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തന്ത്രങ്ങൾ മെനയുന്ന മോൻസ് വളരെ തന്ത്രശാലിയ ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം എങ്ങനെ അബുവിനെ ഉൾക്കൊള്ളും? അപ്പോൾ അതാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. അതൊരു പൊട്ടിത്തെറി വരെ കലാശിച്ചാലും അത്ഭുതപ്പെടാനില്ല. അതിനിടയ്ക്ക് മോൻസ് ജോസ് കെ മാണിയുമായി കൈകൊടുക്കുന്നു എന്നുള്ള ചില വാർത്തകളും കേൾക്കുന്നു. ചില ദൂതന്മാരെയൊക്കെ അയച്ച് ചില ചർച്ചകൾ, രഹസ്യ ചർച്ചകളൊക്കെ നടത്തിയായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അത് കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിൻ്റെ അകത്ത് വലിയൊരു പ്രതിസന്ധിയുടെ ഒരു തുടക്കം ആയിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടതുമുന്നണിയിലും UDFിലുമുള്ള കേരള കോൺഗ്രസ് ഘടകകക്ഷികൾ പോലെ തന്നെ ഇപ്പോൾ അല്ലെങ്കിൽ BJPയിലും കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രാതിനിധ്യം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ PC ജോർജ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി BJPയിൽ ലയിച്ചു. അദ്ദേഹത്തിൻ്റെ മകനിപ്പം BJPയിൽ എത്തിയിരിക്കുന്നു. അപ്പം BJPയിൽ അവരുടെ രാഷ്ട്രീയം എത്തിക്കഴിഞ്ഞു. PC തോമസ് ആണെങ്കിൽ ആട്ടെ കേരള NDA മുന്നണിയിൽ പോയി IFDP എന്ന പാർട്ടി ഉണ്ടാക്കി NDA മുന്നണിയിൽ പോയി മന്ത്രിയാളാണ്. അദ്ദേഹം പിന്നീട് ആ പാർട്ടി തന്നെ ഉപേക്ഷിച്ച് ജോസഫ് ഗ്രൂപ്പ് ലയിച്ച് ഏതാണ്ട് ഇപ്പോൾ അദ്ദേഹം പാർട്ടിക്കകത്ത് വർക്കിംഗ് ചെയർമാൻ എന്നുള്ള പദവി ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഇപ്പോൾ കാര്യമായ റോളുകളൊന്നും തന്നെയില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജോസഫ് ഗ്രൂപ്പ് പോലുള്ളൊരു പാർട്ടിയിൽ ഇനിയുള്ള കാലം അല്ലെങ്കിൽ ഇനി ഇപ്പോൾ ഒരുപാട് ജോസഫ് ഗ്രൂപ്പ് ഒരുപാട് നേതൃത്വങ്ങൾ ഏറ്റവും കൂടുതൽ നേതാക്കന്മാരുള്ള പാർട്ടിയാണ് ജോസഫ് ഗ്രൂപ്പ്. മാണി ഗ്രൂപ്പിൽ നിന്ന് ഒരു കാലത്ത് ജോസ് കെ മാണിയോടുള്ള എതിർപ്പ് കൊണ്ട് അല്ലെങ്കിൽ കൊതിക്കറിവ് കൊണ്ട് പാർട്ടി വിട്ടുപോയ അനേകം പേര് ജോസഫ് ഗ്രൂപ്പിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു വലിയൊരു ഈ പറയുന്ന പ്രായം ചെന്നവരുടെ ഒരു വലിയ നേതൃനിര അവിടെയുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ മോൻസ് ഇവരുടെ എല്ലാം ലീഡറായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ അബു വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം ആളുകൾ അബുവിലേക്ക് മാറാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അബുവിനോടൊപ്പം മാറിക്കഴിഞ്ഞിരിക്കുന്നു. യൂത്ത് വിഭാഗത്തിലുള്ളവരെല്ലാം അബുവിൻ്റെ കൂടെ ആയിരിക്കുന്നു. മറ്റ് ഒരു പ്രായത്തിലുള്ളവരൊക്കെ തന്നെ മോൻസിൻ്റെ കൂടെ നിൽക്കുന്നു. അപ്പോൾ മോൻസ് ആണോ അബു ആണോ നയിക്കുന്നത് കേരള കോൺഗ്രസ് ഇനി ഭാവിയിൽ നയിക്കേണ്ടത്, അല്ലെങ്കിൽ അത് അവരുടെ തമ്മിലുള്ള തർക്കത്തിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇനി കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലെ അടുത്ത കാലത്തായിട്ട് ഇനി ഉയർന്നു വരാനൊക്കെയുള്ള ഒരു പ്രതിസന്ധി. ഈ പ്രതിസന്ധി എങ്ങനെയൊക്കെ പാർട്ടി കൈകാര്യം ചെയ്യുന്നു, അതിൻ്റെ അകത്തുനിന്ന് മോൻസ് ഈ പറഞ്ഞ പോലെ മാണി ഗ്രൂപ്പിൽ അതിനകത്ത് മുതലെടുക്കാൻ കഴിയുമോ, ഈ ഒരു അങ്കലാപ്പിനെ മുതലെടുക്കാൻ കഴിയുമോ, മറ്റ് കേരള കോൺഗ്രസ്സൊക്കെ അതിന് സാധിക്കുമോ? അതോടൊപ്പം UDFിലേക്ക് ജോസ് കെ മാണിയെ ക്ഷണിച്ചുകൊണ്ട് UDF നേതാക്കൾ ഇപ്പോഴും നിൽക്കുകയാണ്.
അപ്പോൾ മാറുന്ന രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരുടെ നിലപാടുകൾക്ക് വലിയൊരു പ്രസക്തി ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുന്നോടിയായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.